അതിനെങ്ങനെ പേര് വരാൻ കാര്യം? പാണിയേലി സ്ഥലത്തിൻ്റെ പേര്. ആ, പോരും വെള്ളം തമ്മിലുള്ളൊരു. ആ അങ്ങനെയല്ലേ, പാണിയേലിപ്പോര്. കൊള്ളാം, ഒന്നും പറയാനില്ല. നിങ്ങൾ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ സ്ഥലം. എനിക്ക് പേടിയില്ലേ? കുഞ്ഞല്ലേ ഊഞ്ഞാലാടാൻ. അയ്യടാ, ഇവിടെ എന്നാ ആ കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് നീ ഇരുന്നാടുന്നു. ഏറുമാടം. അവര് എല്ലാ പ്രാവശ്യവും ഇവിടെ വെച്ച് ഓണാഘോഷ പരിപാടി നടത്തുന്നതാണ്. അപ്പം ഈ പ്രാവശ്യം പരിപാടി അവിടെ ഇല്ല കേട്ടോ. അപ്പം അതിനൊരു പായസം, വരുന്ന വണ്ടിയെല്ലാം തടഞ്ഞു നിർത്തി പായസം കൊടുക്കാം. ഒരു രക്ഷയില്ലെന്ന് വെച്ച് പായസം കുടിച്ചേക്കല്ലേ. എന്താ മോനെ, ഉപ്പുകണ്ടം പ്രദേശ് എന്ന് പറഞ്ഞവരായിരിക്കും അല്ലേ? ഞങ്ങള് ചുമ്മാ ആണല്ലേ, സിനിമ കാണിക്കണില്ല കോട്ടയം കുഞ്ഞത്തെ. ആണല്ലേ. അപ്പൊ ഇവിടെ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അപ്പം ഞങ്ങളെന്നാ പോയിക്കട്ടെ. ഓക്കെ ഏട്ടാ, ഓക്കെ, കാണാം. ബെഞ്ചാറോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നമ്മളത് എറണാകുളം ജില്ലയിലാണ്. അതിമനോഹരമായ എറണാകുളത്തെ അതിവിശാലമായ നല്ല നല്ല സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഒന്നും പറയേണ്ട മക്കളെ, ഇന്ന് നമ്മൾ പാണിയോലിപ്പോര് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദുബൈ വീഡിയോകൾക്ക് ശേഷമായിട്ട് നമ്മൾ അതിമനോഹരമായ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എറണാകുളത്ത് ഇത്രയധികം സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒന്നും പറയണ മോനെ, വണ്ടി വരുന്നു, കുഞ്ഞുങ്ങൾ ഇതേ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഫാമിലിയായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പവും പാർട്ടികളും ഒക്കെ ഉണ്ട്. അതിമനോഹരമായ കിടുക്കാച്ചി വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ. പാണിയോലിപ്പോരിൻ്റെ അതിമനോഹരമായ വീഡിയോ കാണാൻ വേണ്ടി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അങ്ങനെ നമ്മുടെ പടക്കുതിരയുമായി നമ്മൾ വന്നതാണ് സുഹൃത്തുക്കളെ. ഒന്നും പറയേണ്ടത്, പടക്കുതിര ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തു. നമ്മൾ പാണിയോലിപ്പോര് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. ഒത്തിരി പേരൊക്കെ വരുന്നുണ്ടോ ഇവിടെ? നല്ല സ്ഥലമാണോ? കുളിക്കാൻ പറ്റത്തില്ല. ആഹാ, പിന്നെ എന്തോ പറ്റുന്ന അവിടെ? പിന്നെ അവിടെയൊക്കെ നിൽക്കാവോ? അത്രേ ഉള്ളൂ. ആ, തെന്നി കിടക്കുക. വെള്ളമുണ്ടോ? നല്ലതായിട്ട് വെള്ളമുണ്ടോ? വെള്ളമാണെന്ന് പറയാൻ പറഞ്ഞു. നമ്മളേതായാലും പാണിയോലി പാണിയോലി ഇതെന്നാ പേര് കേട്ട? പാണിയേലിയാണോ? പാണിയേലിപ്പോരല്ലേ? അതിനെങ്ങനെ പേര് വരാൻ കാര്യം? പാണിയേലി സ്ഥലത്തിൻ്റെ പേര്. ആ, പോരും വെള്ളം തമ്മിലുള്ളൊരു. ആ അങ്ങനെയല്ലേ, പാണിയേലിപ്പോര്. കൊള്ളാം.
അപ്പം എറണാകുളം ജില്ലയിലെ അതിമനോഹരമായ പാണിയേലിപ്പോര് കാണാൻ വേണ്ടി വന്നതാണ് മക്കളെ. ഒന്നും പറയണ്ട, അതിമനോഹരമായ സെറ്റ് സ്ഥലം. നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കുന്നത്? ടിക്കറ്റ് എടുക്ക്. ആരാടാ വിദേശികൾ വായിച്ചത്? ആരാ വാനത്തിൽ കൂടെ പോന്നേ? അങ്ങനെ നമ്മൾ പാണിയോലിപ്പോര് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടക്കാനുണ്ടെന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോവാ? അവളെ ഇറക്കി നടത്തടാ. നോക്കടി, നീ നടക്കാന്ന് പറഞ്ഞിട്ടല്ലേ വന്നേ? നീ പിന്നെ ഓടുന്നു. നിങ്ങൾ എന്തുവാ? ആണോ? അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും കേട്ടോ കുറേ. അപ്പം ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ടോ തൂത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞാൽ ഓ ഗൈസ്, അതിമനോഹരമായ ഗൈസ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ 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 എവിടെ 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 ഇവിടെ 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 മാ അപ്പോസ് ഉണ്ണിക്ക് ക്ഷീണോ? ഉണ്ണിക്ക് ക്ഷീണോ? അശോകന് ക്ഷീണമാന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ണിക്ക് ക്ഷീണം കേട്ടോ. ഒന്നും പറയണ്ടേ. അതിമനോഹരമായ കാഴ്ചകൾ. തിരിച്ചു വരുമ്പോൾ ഊഞ്ഞാലടാം കേട്ടോ. ഇപ്പം ചേച്ചിമാരവിടെ ഇരിക്കട്ടെ, നമ്മൾ ശല്യപ്പെടുത്തണ്ട. ഇവിടെ എല്ലാം ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കണ്ടിട്ട് കേട്ടോ. അയ്യോ വരുന്നു കുറേ. എടുക്കൊന്നും വേണ്ട, ആ തന്നെ നടന്നാൽ മതി. ഇതുണ്ടോ ആനയൊക്കെ വരുമെന്ന് എഴുതി വെച്ചേക്കുന്നേ. ആനയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നൊക്കെ. ഊഞ്ഞാലിത് അപ്പുറത്തുണ്ട്, നമുക്ക് ഊഞ്ഞാലെ കയറാം. അങ്ങനെ അപ്പുറത്ത് വലിയൊരു ഊഞ്ഞാലുണ്ട്. ആ ആ രണ്ടെണ്ണം ഞാൻ കണ്ടില്ല, ഒരു ഊഞ്ഞാല് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാണിയോലിപ്പോരെന്ന് പറഞ്ഞ അതിമനോഹരമായ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് മക്കളെ. ഒന്നും പറയാനില്ല, നിങ്ങൾ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ സ്ഥലം. ഒന്നും പറയണ്ട, കിടുക്കാച്ചി സ്ഥലം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സ്ഥലം. ഏറുമാടം ആ കയറാൻ പറ്റും, തലയും കുത്തി വീഴുന്നേ ഉള്ളൂ. ഇവിടെ ഓടിഞ്ഞു പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? ആ പണ്ടങ്ങാണ്ട് ഇതൊക്കെ ചെയ്തു വെച്ചതാ. കേരള തലയിലിരിക്കും, കേരള തലയിലിരിക്കും. യോ ഊഞ്ഞാലാടുവാണോ? ആഞ്ഞോ തലയെ കുത്തി വീഴല്ലോ കേട്ടോ. ആട്ടി കൊടുക്കടി അവക്ക്. അപ്പുറത്ത് വലിയ ഊഞ്ഞാലുണ്ട്, അതിൽ നിന്നെ ഇരുത്താം. ജുവാനയും കൂടെ ഇരുത്ത സൈഡില്. രണ്ടുപേരും കൂടെ ഇരി. പിന്നെ എന്തിനാ കൊണ്ട് കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് ആട്. ആ ഇപ്പൊ തല ഇടിച്ചാന്. എന്തിനാ അവിടെ ഉണ്ടെന്ന്, നല്ല ഇതുണ്ടെന്ന്.
ആ ഒരു തണുപ്പും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാറ കേട്ടോ, എന്തും പറയണ്ട. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. സ്വർണ്ണോ? എവിടെ പോവാ? ഇതുവഴി വാ. അതുവഴി പോകാൻ വഴിയുണ്ടോ? ജുവാനയുടെ കൂടെ കൈ പിടിച്ചോ. കൂടെ ശ്രദ്ധിക്കാൻ പാനെ. കേട്ടോ, ആന ഇറങ്ങിയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആന ചവിട്ടിയതിൻ്റെ പാടാണോ അതോ അല്ലാതുള്ള പാടാണോ എന്നറിയത്തില്ല. കണ്ടിട്ട് കണ്ടോ, ഇവിടെ ഒരു കാല്, ഇവിടെ ഒരു കാല്. അപ്പോൾ ആന ചവിട്ടിയതായിരിക്കും കേട്ടോ. ഇവിടെ ഒരു കാലിൻ്റെ പാടുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്നാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. കാരണം ഇവിടെയെല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട് ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഉണ്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നതായിരിക്കും. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ ഈ സ്ഥലങ്ങൾ കാണാൻ. നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത്ര മനോഹരമായ സ്ഥലം കേട്ടോ. ഇത്ര അടുത്ത് ഇതുപോലുള്ള സ്ഥലമുണ്ടെന്നുള്ളത് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. കൈവഴികൾ വന്ന ഒരു സ്ഥലത്ത് കൂടുതൽ. ഓ, അതിനാണോ ഈ പോരെന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും പാണിയോലിപ്പോരെന്ന് പേര് വന്നല്ലേ? എങ്ങനെയുണ്ട്, ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ടോ? ആ ആ ഇന്ന് ഉണ്ടാവും. ആ ആ ഇപ്പം അങ്ങോട്ടൊന്നും ഇറക്കത്തില്ല അല്ലേ? സീസൺ എന്ന് പറയുമ്പോൾ ഡിസംബർ മുതൽ ആ ആ ആ സമയത്ത് ആ ആ ആ സമയത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും വെള്ളത്തിലോട്ടൊക്കെ അല്ലേ? ഓ ആൾക്കാരുണ്ട്. ആ ആ ഇത് എറണാകുളം ജില്ല തന്നെയല്ലേ? ഇവിടെ അടുത്തിന് എന്തൊക്കെ കാണാനുള്ള? അവിടെ എന്തോ കാണാനുള്ളത്? പിന്നെ തട്ടേക്കാട് പോവാം. ആ അതെല്ലാം ഇവിടെ അടുത്ത് തന്നെ. ഈ മാമലക്കണ്ടമൊക്കെ ഇവിടുന്ന് അടുത്താണോ? എത്ര കിലോമീറ്റർ കാണും? മാമലക്കണ്ട
കാണും അല്ലേ? 33. തട്ടിക്കാട് പോവാം. ചേച്ചി എന്നെ കാണാൻ വന്നാടി. നീ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇറങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഡിസംബർ തൊട്ട് മെയ് വരെ ഇവിടെ സമയം. അവിടെ ഇറങ്ങാൻ പറ്റും, അങ്ങോട്ട് പോകാൻ പറ്റും. ആ 3 കൂടുന്ന ആ സ്ഥലത്തൊക്കെ പോയി നിൽക്കാൻ പറ്റും. ജോന പറ, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമല്ലേ? അത് നമുക്ക് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ തീർത്ത് തരാം കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാം. ആ അത് നല്ലതായിരിക്കും. നല്ല ഐഡിയ അല്ലേ? മേളിൽ നിന്ന് താഴോട്ട് നീന്തി വരാൻ. അതെ അതെ, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. ഇവിടെ ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് പറയാം. മെയ് മാസം, അതായത് ഡിസംബർ തൊട്ട് മെയ് വരെ നമുക്കിതേ ആ കാണുന്ന അങ്ങേയറ്റത്തെ ആ ഭാഗത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുമെന്ന് പറയാം. അതിമനോഹരമായ സ്ഥലം കേട്ടോ. 6 മാസം സീസൺ എന്നാണ് പറഞ്ഞത്. 6 മാസം ഇവിടെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. 6 മാസം വെള്ളത്തിലോട്ട് ഇറങ്ങാനേ പറ്റില്ല. ഇതിൻ്റെ ഈ ഇടയ്ക്കൂടെയൊക്കെ നടന്നു പോകാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലോ കേട്ടോ. ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അടിപൊളി വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. ഇവാച്ചി കൂയ് കൂയ്. പാടിത്തരേ? ഇതാ ടീച്ചർ ഹാപ്പി ഓണം പറയുന്നു. ഹാപ്പി ഓണം പറ ടീച്ചറിനോട്. നീ ബിസി ആയിരുന്നു പറ. ഓ ബിസി ആയിരുന്നു. ടീച്ചറിനോട് ഹാപ്പി ഓണം പറയാം കേട്ടോ ഇവാച്ചി. ആ മതി മതി, വെക്ക്, മേടിക്കേൻസി മേടിക്ക്. ഞങ്ങൾ ഊഞ്ഞാലാടട്ടെ. കണ്ടോ, അവിടെ ഒരു ഊഞ്ഞാൽ, ഇവിടെ ഒരു ഊഞ്ഞാൽ, എല്ലാവരും ഊഞ്ഞാലാട്ടോ കേട്ടോ. മുറുക്കി പിടിച്ചിരുന്നോണേ കേട്ടോ, മുറുക്കി പിടിച്ചിരുന്നോണേ. അപ്പം വലിച്ചു വിടാൻ പോവാ. താഴെ പോയി വീഴല്ലേ കേട്ടോ. വിടട്ടെ, മുറുക്കി പിടിച്ചിരുന്നോണം. ചിരിക്കുന്നോടി നീ, ചിരിക്കുന്നോടി നീ, നീ ചിരിക്കുന്നോടി. പേടിയില്ലേടി നിനക്ക്? അവക്ക് പേടിയില്ലെന്ന് പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? നിനക്ക് പേടിയില്ലേടി? നിനക്ക് പേടിയില്ലേ? കുഞ്ഞല്ലേ ഊഞ്ഞാലാടാൻ. അയ്യടാ, പിള്ളേരെക്കാട്ടി കഷ്ടമാണല്ലോടാ അതിൻ്റെ കാര്യം. ഇവിടെ എന്നാ ആ കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് നീ ഇരുന്നാടുന്നു. മാങ്കോ ബാർ ടെൻഷനായി കൈയിരിക്കുന്നേ. ചുമയുണ്ടല്ലോ അല്ലേ? അപ്പോൾ കുഴിച്ചു പോകും. രണ്ടാമത് ഒരു മാങ്കോ ബാറും കൊടുത്തു, ഒരു വാനിലയും കൊടുത്തു. ഇവിടെ ഉണ്ടോ ഒരു ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന കേട്ടോ. ഇവിടെ പിന്നെ തേനെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും പറയണ്ട മക്കളെ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ എല്ലാം കണ്ട് കേട്ട് ഇറങ്ങിക്കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള സ്ഥലം, നമ്മുടെ ഇക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള കേട്ടോ. പാണിയോലി പോര് VS. മമ്മി നീ വണ്ടി ഓടിച്ചിട്ട് പോകുന്നു. നമുക്ക് നടന്നു പോകാം. മമ്മി വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കയറണം വണ്ടിയെ കേട്ടോ. നമുക്ക് നടന്നു പോയാൽ മതി. ആണോ? ആഹാ.
ഞങ്ങളിത് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ റോഡിൽ പായസം വിതരണം കേട്ടോ. എന്താ സംഭവം അറിയത്തില്ല, നോക്കട്ടെ. പായസം എന്തിൻ്റെ ഏട്ടാ പായസം? എന്തിൻ്റെ പായസം? ഇത് എന്തിൻ്റെ ഏട്ടാ? ഇത് ഞങ്ങൾ ചുമ്മാ ഒരു കൂട്ടായ്മ ഇവിടെ. ഇത് കറക്റ്റ് സ്ഥലം എവിടെ? ഇത് ഉപ്പുകണ്ടം. അപ്പോൾ ഞങ്ങൾ ഉപ്പുകണ്ടത്ത് വന്നപ്പോഴത്തേ അടിപൊളി പായസം ഇവിടെ ഇവർ ചെയ്യുക കേട്ടോ. കേട്ടോ ഒരു ചെമ്പ് പായസം എല്ലാം വരുന്നവർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക. ആഹാ, ഞങ്ങൾ പായസ കച്ചവടം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാ. ഓക്കെ, അവർ എടാ പിള്ളേർക്ക് കൊണ്ട് കൊടുത്തരാ. ഞങ്ങളുടെ ഈ നാടിൻ്റെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ. ഉപ്പ് കണ്ട ഈ കറക്റ്റ് സ്ഥലം ഉപ്പ് കണ്ട ജംഗ്ഷനിലാണ്. ഞങ്ങൾ 10 മണിക്ക് തുടങ്ങിയത്. 10 മണിക്ക് തുടങ്ങിയാ. ഈ പ്രാവശ്യം അതായത് ഈ വയനാട് ദുരന്തമുള്ള കാരണം ഓണാഘോഷം നടത്താൻ ഞങ്ങൾക്ക് അതിന് താല്പര്യം തോന്നിയില്ല. എല്ലാ വർഷവും നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണോ? ഓണാഘോഷം ഉണ്ടായിരുന്നു. ഓ ശരി ശരി ശരി. അപ്പോൾ അത് കാരണം ഈ വർഷം ഞങ്ങൾ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. ഓക്കെ ഓക്കെ, ഒരു സൗഹൃദ ശരി ശരി ശരി. ഞങ്ങൾ പത്തനംതിട്ട. നിങ്ങൾ എങ്ങോട്ടാ യാത്ര ചെയ്യണേ? ഞങ്ങൾ ഇനി മാമലക്കണ്ടം. ഞങ്ങളിവിടെ ഇവിടെ പോയിട്ട് വരുമോ അതിനെ? അത് തന്നെ. പൂത്തങ്കാട്ടില്ല, നേരെ ഇല്ല സ്റ്റേ ഇല്ല, പോയിട്ട് വരുക. ഉപ്പുകണ്ടം ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി പായസം. അപ്പോൾ എന്താ പായസം കുടിക്കാൻ ഇറങ്ങിയല്ലേ? കൊള്ളാം. ചേട്ടൻ എവിടുന്ന് വരെ ചേട്ടാ? ചേട്ടൻ ഏത് നാട്ടിലെ ചേട്ടാ? ഉപ്പുകണ്ടത്തെ മെയിൻ താരങ്ങളാട്ടോ. ഉപ്പുകണ്ടത്തെ നമ്മുടെ ഉപ്പുകണ്ടം പ്രദേശ് എന്ന് പറയുന്നവരായിരിക്കും അല്ലേ? ഞങ്ങള് ചുമ്മാ ആണല്ലേ സിനിമ കാണിക്കണില്ല കോട്ടയം കുഞ്ഞത്തെ. ആണല്ലേ. അപ്പോൾ ഇവിടെ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അപ്പം ഞങ്ങളെന്നാ പോയിക്കട്ടെ. ഓക്കെ ഏട്ടാ, ഓക്കെ കാണാം. അവര് എല്ലാ പ്രാവശ്യവും ഇവിടെ വെച്ച് ഓണാഘോഷ പരിപാടി നടത്തുന്നതാണ്. അപ്പം ഈ പ്രാവശ്യം പരിപാടി അവിടെ ഇല്ല കേട്ടോ. അപ്പം അതിനൊരു പായസം വരുന്ന വണ്ടിയെല്ലാം തടഞ്ഞു നിർത്തി പായസം കൊടുക്കാം. ഒരു രക്ഷയില്ലെന്ന് വെച്ച് പായസം കുടിച്ചേക്കല്ലേ. എന്താ മോനെ പായസം കുടിച്ചോ? അഞ്ഞോ? അങ്ങനെ നമ്മൾ പാണിയോലിപ്പോര് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലമൊക്കെ കണ്ട് നമ്മൾ പോകട്ടോ. നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഈ പാണിയോലിപ്പോര് എന്ന് പറയുന്ന സ്ഥലമുള്ളത് കേട്ടോ. അതിമനോഹരമായ സ്ഥലമാണ്, നിങ്ങൾ വന്ന് കാണുക. നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിമനോഹരമായ സ്ഥലം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ലൈറ്റ് മാറി വരിക കേട്ടോ. ഒന്നും പറയണ്ട മക്കളെ, അതിമനോഹരമായ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്.